ബി.ജെ.പിക്ക് ഇത് കഷ്ടകാലമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 400 സീറ്റ് എന്ന ബി.ജെ.പിയുടെ അഹങ്കാരം 240 ഒതുങ്ങി. പ്രതീക്ഷിക്കാതെ കോൺഗ്രസ് പകുതിയിലേറെ സീറ്റ് നേടുകയും ചെയ്തു. ഒറ്റയ്ക്ക് ഭരിക്കാമെന്ന ബി.ജെ.പിയുടെ വലിയ മോഹത്തിന് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ തിരശ്ശീല വീണിരിക്കുകയാണ്. ഇതോടെ ബി.ജെ.പിയുടെ നല്ല കാലം അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇതിനിടയിലാണ് അടുത്ത പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത്. പോക്സോ കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി.ജെ.പി നേതാവുമായ ബി.എസ്. യെദ്യൂരപ്പയ്ക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ബംഗളൂരു കോടതി. നേരത്തെ കേസിൽ യെദ്യൂരപ്പ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ബംഗളൂരു സദാശിവനഗർ പോലീസ് സ്റ്റേഷനിലാണ് യെദ്യൂരപ്പയ്ക്ക് എതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത് സർക്കാർ നേരത്തെ കേസ് CIDക്ക് കൈമാറുകയും ചെയ്തിരുന്നു. തന്റെ മകളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന 17കാരിയുടെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC 354A ലൈംഗിക പീഡന പ്രകാരവും കേസെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത്. ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ യെദ്യൂരപ്പയുടെ അറസ്റ്റ് ഉടനെ ഉണ്ടായേക്കും. ആവശ്യമെങ്കിൽ പോക്സോ കേസിൽ മുതിർന്ന ബി.ജെ.പി നേതാവ് ബി.എസ്. യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യുമെന്നും അത് സംസ്ഥാനത്തെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അതായത് CID തീരുമാനിക്കുമെന്നും കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഈ കേസിനെ കുറിച്ച് സംസാരിക്കവേ കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞത് ഇങ്ങനെയാണ്: നിയമം എല്ലാവർക്കും തുല്യമാണ്. ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും പോലീസ് നിയമപ്രകാരം തന്നെ പ്രവർത്തിക്കും. അദ്ദേഹം കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ ഞാൻ പറയില്ല. നിയമം ഒരുപോലെയാണ്. ആരും നിയമത്തെക്കാൾ വലിയവരല്ല എന്നാണ് നേതാവ് പറഞ്ഞത്. കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ബുധനാഴ്ച CID യെദ്യൂരപ്പയ്ക്ക് സമൻസ് അയച്ചിരുന്നു. എന്നാൽ താൻ ഡൽഹിയിലായതിനാൽ ജൂൺ 17-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് വ്യക്തമാക്കി CIDയുടെ നോട്ടീസിന് യെദ്യൂരപ്പ മറുപടി നൽകി. നേരത്തെ കേസിനാസ്പദമായ ആരോപണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഉയർന്നത്. ഈ വർഷം മാർച്ചിലായിരുന്നു മുൻ മുഖ്യമന്ത്രിക്കെതിരെ പെൺകുട്ടിയുടെ മാതാവ് രംഗത്ത് വന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ ഒരു വഞ്ചനാ കേസിൽ സഹായം തേടി മുതിർന്ന ബി.ജെ.പി നേതാവിനെ സന്ദർശിച്ചപ്പോഴാണ് സംഭവം നടന്നതെന്നായിരുന്നു കുട്ടിയുടെ അമ്മ ആരോപിച്ചത്. ഏതായാലും ബി.ജെ.പിക്ക് തന്നെ വലിയ നാണക്കേടാണ് ഈ പോക്സോ കേസ്. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ബി.ജെ.പിക്ക് ഇത് വലിയ തലവേദനയുണ്ടാക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട.